ഹായ് ആൾ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ദിശയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സെന്റൻസ് തരും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിൻ്റെ അകത്ത് ഏത് പാർട്ടിലാണ് എറർ എന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം MTSന്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഒരു പുതിയ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന ആ ഒരു മോഡലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ? ഓക്കെ, സോ ഞാൻ പറഞ്ഞ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസിന്റെ ഓരോ സെറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഇതിനകത്ത് ഏതാണ് എറർ പാർട്ട് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് നോ എറർ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. നോ എറർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഷുവർ ആയിട്ടും ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം, ഏതാണ് എറർ ഉള്ളതാണോ അല്ലെങ്കിൽ എറർ ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, the teacher asked to the students to submit their assignments by Friday. ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എന്തെങ്കിലും എറർ ഉണ്ടോ? എനി എറർ? നോക്കിക്കേ, ഇപ്പൊ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നൊരു ടോപ്പിക് എന്ന് പറയാനില്ല. നമുക്ക് യൂഷ്വലി വരുന്ന ഒരു പാറ്റേൺ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നൗൺസിന്റെ ക്വസ്റ്റ്യൻസ് കാണും, അല്ലെങ്കിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അങ്ങനെ കുറച്ചധികം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് പലതും മിക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the teacher asked the students to submit their assignments by Friday. എന്താണ് ഇതിനകത്ത് എറർ? the teacher asked to the students എന്ന് നമ്മൾ പറയില്ല, asked the students എന്നേ പറയുള്ളൂ. കാരണം എന്താണ്? ഈ asked കൂടെ അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട് നമുക്ക്. ഈ asked അല്ലെങ്കിൽ told, ordered ഇങ്ങനത്തെ വേർഡ്സിന്റെ കൂടെ ഒന്നും, അല്ലെങ്കിൽ attacked ഇങ്ങനത്തെ വേർഡ്സിന്റെ കൂടെ ഒന്നും നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിക്കില്ല. അപ്പൊ asked to എന്ന് പറയില്ല. The teacher asked the students to submit their assignments എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പോ പ്രിപ്പോസിഷൻ ആവശ്യമില്ല. No preposition needed. Okay, preposition ആവശ്യം ഇവിടെ ഇല്ല. Okay, അടുത്തത്, neither the manager nor the employees is aware of the changes in the policy. Neither the manager nor the employees. ഇവിടെ നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, അതായത് ഒന്ന് മാനേജറും ഒന്ന് എംപ്ലോയീസും. ഈ രണ്ട് സബ്ജക്ട്സിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് നൈദർ നോർ എന്ന പേര് വെച്ചിട്ടാണ്. ഇനി ഈസ് അവെയർ ഓഫ് ദ ചേഞ്ചസ് എന്തായിരിക്കും? എറർ എന്തായിരിക്കും? ഈസ് അവെയർ എന്നല്ല, ആർ അവെയർ ഓഫ് ദ ചേഞ്ചസ്. ഇവിടെ എന്തുകൊണ്ടാണ് ആറ് വന്നത്? ഈ ഒരു സെഷനിൽ എന്തുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ആറ് വന്നത്? കാരണം രണ്ട് സബ്ജക്ട്സിനെ നൈദർ അല്ലെങ്കിൽ നോർ, നൈദർ നോർ ആ പേര് വെച്ച് കണക്ട് ചെയ്താൽ അവിടെ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് അല്ല സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കിയിട്ടായിരിക്കും, അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ വേർബിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എംപ്ലോയീസ്, അത് പ്ലൂറൽ ആണ്. അതുകൊണ്ട് പ്ലൂറൽ വേർബ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, he is one of those people who is always on time. He is one of those people who is always on time. എന്താണ്? He is one of those people. ആ ആൾക്കാരെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അവനെ അല്ല ഇവിടെ പറയുന്നത്. He is ഉള്ള ഹീക്കുള്ള ഓൾറെഡി നമ്മൾ he is one of those people അല്ലെങ്കിൽ he is എന്ന് പറഞ്ഞ് അതിന് നമ്മൾ ഓക്സിലറി വെർബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ ഹൂ എന്ന് പറയുന്ന ആരെയാണ്? ഈ റിലേറ്റീവ് പ്രോനൗൺ ഹൂ ആരെയാണ് മെൻഷൻ ചെയ്യുന്നത്? ആ ആൾക്കാരെയാണ് അല്ലെ. he is one of those people who. ഇപ്പൊ people എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ ഈ റിലേറ്റീവ് പ്രോനൗൺ ഇവിടെ ആരെ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന പീപ്പിളിനെയാണ്. സോ he is one of those people who are always on time. Okay, who are always on time എന്ന് വേണം കൊടുക്കാനായിട്ട്. അടുത്ത, I am waiting. അടുത്ത എന്താണ് ഇവിടെ പറയുന്നത്? Yes, I am waiting. I am waiting for my friend since morning at the park. I am waiting for my friend since morning at the park. എന്തെങ്കിലും എറർ ഉണ്ടോ?
യെസ്, എന്താണ് എറർ? എന്താണ്? I'm waiting for my friend since morning അല്ല, since the morning. അവിടെ ആർട്ടിക്കിൾ the യൂസ് ചെയ്യണം. Each of the students have been given a choice to participate. ഇവിടെ എന്താണ്? ഇനി എല്ലാ ക്വസ്റ്റിനും പേര് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോയർ ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ each of the students have been given a chance to participate. ഈച്ച് എന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ്. ഈച്ച് എവറി എന്നൊക്കെ പറഞ്ഞ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ നമ്മൾ എപ്പോഴും സിംഗുലർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ സിംഗുലർ വേർബ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഹാസ് ബീൻ എന്ന നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ ഈ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് അല്ലേ? ഈ 5 ക്വസ്റ്റ്യൻസിലും നമ്മൾ ഓരോന്നിനും പറയുന്നുണ്ട് ഇതിന് ഇങ്ങനെയാണ്, അവിടെ പ്രിപ്പോസിഷൻ വേണ്ട, അല്ലെങ്കിൽ ഇവിടെ പ്ലൂറൽ ആണ്, അല്ലെങ്കിൽ ഇവിടെ സിംഗുലർ ആണ്, ഇവിടെ ആർട്ടിക്കിൾ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് റൂൾസ് ഉണ്ട് ഇതിന്. ഓക്കെ, ഓരോ ടോപ്പിക് വൈസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ പുതിയൊരു കോഴ്സ്, ഞാൻ പറഞ്ഞു MTSന്റെ പുതിയൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. കോഴ്സിലായിരിക്കും നമ്മൾ അതിന്റെ കൂടുതൽ വീഡിയോസ് ഒക്കെ പറയുകയും അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കോഴ്സിൽ ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെറ്റ് നോക്കാം. He has never seen such a beautiful painting before. എന്താണ് എറർ? She has never seen a such beautiful അല്ല, he has never seen such a beautiful എന്നാണ് പറയുന്നത്. a such അല്ല, അത് തിരിച്ചു വരും. ഓക്കെ, such a beautiful painting before. The book which you gave me is more interesting than any books in the library. ഇവിടെ എന്താണ്? Yes. The book which you gave me is more interesting than any books in the library. Yes. Than any books alla, than any book ennu madi. Okay. അടുത്ത third question. The news are too good to be true for many people. എന്താണ് ഇവിടെ error? What's error here? നമ്മള് yes. Yes. എന്തായിരിക്കും എറർ? നോക്കിക്കാൻ സെൻസ് നോക്കിക്കാൻ എന്താണ് എറർ എന്നാ? Yes. നോക്കിക്കേ, the book yes, book അല്ല, the news are too good to be true for many people. ഇതിനകത്ത് എന്താണ് എറർ? ഇതിനകത്ത് ഒറ്റ എററേ ഉള്ളൂ. നമ്മൾ ന്യൂസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. ഓക്കെ, ന്യൂസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. നമുക്ക് ന്യൂസസ് എന്ന് പറയുന്നില്ല, അത് തെറ്റാണ്. ന്യൂസസ് എന്നൊരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിലില്ല, ന്യൂസ് എന്നേ പറയുള്ളൂ. അതിന് പ്ലൂറൽ ഇല്ല, സിംഗുലർ മാത്രമേ ഉള്ളൂ. അപ്പൊ സിംഗുലർ ആയിട്ട് ന്യൂസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ സിംഗുലർ വേർഡ് ഉപയോഗിക്കുക. The news is too good to be true for many people. അടുത്തത്, either you or your sister have to clean the room. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? Yes. Either you or your sister. Either you or your. Either or വരുമ്പോഴും സെക്കൻഡ് സബ്ജക്റ്റിനെ നമ്മൾ നോക്കിയാൽ മതി. സിസ്റ്റർ എന്ന് പറയുന്നത് അവിടെ സിംഗുലർ ആണ്. ഓക്കെ, സോ has to എന്ന് വരും. Has to clean the room. He hardly gone out than it started raining. ഇവിടെ എന്തെങ്കിലും ഒരു എറർ ഇല്ലേ? നോക്കിക്കേ, എന്ത് വരും? He had hardly gone out when it started. Than അല്ല, when ആണ്. നമ്മൾ ഹാർഡ്ലിയുടെ കൂടെ പലപ്പോഴും than ചേർക്കാറുണ്ട്. പക്ഷെ ഹാർഡ്ലി വരുമ്പോൾ അവിടെ അതിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് when. ഹാർഡ്ലി when എന്നാണ് ചേർക്കേണ്ടത്.
അടുത്ത സെറ്റ് നോക്കാം. The boy was absented from the school yesterday. ഇവിടെ എന്താണ്? The boy was absented from the class yesterday. സ്കൂൾ അല്ല, from the class yesterday. എന്ത് വരും? The boy was absented അല്ല, the boy was absent from the class yesterday എന്ന് വേണം പറയാനായിട്ട്. The boy was absent from the class. The man which you met is my uncle from London. The man which എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഒരാളെ പറ്റി പറയുന്നത്. അപ്പൊ which അല്ല, ഒരു ഒബ്ജക്റ്റിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് which യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ the man which you met is my uncle അല്ല, the man whom എന്ന് വേണം ചേർക്കാൻ. The man whom you meet. Okay, whom you met is my uncle. She is so tired to go to the market. ഇവിടെ എന്തായിരിക്കും? She is so tired to go to the market. അവിടെ എറർ ഒന്നുമില്ല, അത് കറക്റ്റ് ആണ്. നോ എറർ ക്വസ്റ്റ്യൻ ആണ്. നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണ് കേട്ടോ. അടുത്ത, the company aims to increase their profits by 20% this year. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് the company aims to increase their profit by 20% this year. ഇവിടെ ഒരു എറർ ഇല്ലേ? എന്താണ് എറർ? ഇവിടെ നമ്മൾ കമ്പനി എന്നാണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, കമ്പനി എന്നാണ് സബ്ജക്റ്റ്. അപ്പൊ ഈ കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു സ്ഥാപനം അല്ലെ, നമ്മളൊരു സ്ഥാപനം എന്ന് പറയുന്നു. അപ്പൊ അത് നമ്മൾ ഒരാളായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഒരാളാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാനേജർ ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു മെമ്പേഴ്സ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ സോറി, അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ സുഖമായിട്ട് എന്ത് ഉപയോഗിക്കായിരുന്നു? നമുക്ക് ഈ പറയുന്ന their എന്ന പ്രോനൗൺ ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് their ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കമ്പനി എന്ന് പറയുന്നത് ആ ഒരാളെയല്ല പറയുന്നത്. സോ its profits, the company aims to increase its profits എന്ന് പറയണം. ന്റെ കൂടെ apostrophe വേണ്ട. Okay, അടുത്ത question. My mother along with her friends have gone to the party. ഇവിടെ എന്തെങ്കിലും പറഞ്ഞുണ്ടോ നോക്കിക്കേ. എന്താണ് എറർ? അതിനകത്തൊരു എറർ ഉണ്ട്. മൈ മദർ. ഇവിടെ എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ആ റൂൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. മൈ മദർ along with her friends have gone to the party. Okay, നമുക്ക് ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. മൈ മദർ along with her friends have gone to the party. ഇവിടെ എന്താണ് എറർ? ഏത് പാർട്ടിലാണ് എറർ? നോക്കിക്കേ. മൈ മദർ along with her friends have gone to the party. എത്ര സബ്ജക്റ്റ് ഉണ്ട്? മൈ മദർ ഒന്ന്, വിത്ത് ഹർ ഫ്രണ്ട്സ് രണ്ട്. ഇനി രണ്ടോ മൂന്നോ എത്ര സബ്ജക്ട്സ് വന്നാലും ഈ സബ്ജക്ട്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എലോങ് വിത്ത് എന്നൊരു കണക്ടർ വെച്ചിട്ടാണ്. അങ്ങനെ എലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗെദർ വിത്ത്, അക്കംപനൈഡ് ബൈ, ഇങ്ങനത്തെ കണക്ടേഴ്സ് വെച്ച്, അതായത് രണ്ട് സബ്ജക്ട്സ് ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നു. അങ്ങനത്തെ സബ്ജക്ട്സ് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയാ, അങ്ങനത്തെ സബ്ജക്ട്സ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനത്തെ സബ്ജക്ട്സിനെ ഇങ്ങനത്തെ കണക്ടേഴ്സ് വെച്ചിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ verb സിംഗുലർ. ഇനി ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ verb plural. So my mother along with her friends has gone to the party എന്ന വരും. has gone. Okay, ഇനി അടുത്ത സെറ്റ്. The furniture in this room are very old and need to be replaced. എന്തെങ്കിലും എന്തോ? Okay. The furniture in this room are very old and
needs to be replaced. The furniture in this room are very old and needs to be replaced. എന്തെങ്കിലും പറഞ്ഞുണ്ടോ? ഒരു എററുണ്ട്. ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള ഒരു വേർഡാണ് അല്ലെ? അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് വേണ്ടി ഉപയോഗിക്കാൻ. The furniture in this room is very old and needs to be replaced എന്ന് വേണം പറയാൻ. Okay, the furniture in this room is very old and needs to be replaced. Again, അടുത്തത് he is senior than me by 3 years in this office. എന്താണ് ഇതിന്റെ അകത്തേത്? He is senior than me by 3 years in this office. എന്തായിരിക്കും എറർ? എന്തായിരിക്കും നോക്കിക്കേ. He is senior than me by 3 years in this office. ഒരു എറർ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ കാണാൻ പറ്റും. ഒന്ന് നോക്കിക്കേ എന്താണ് എറർ എന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നോക്കിക്കേ, he is senior than me അല്ല, senior to me. senior, junior ഇതിനൊക്കെ കൂടെ to ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത each of the candidates were given a chance to speak. ഇവിടെ എന്താണ് എറർ? each of the candidates were given a chance to speak. എറർ ഉണ്ടോ ഇതിനകത്ത്? എറർ ഉണ്ട്. അതെന്ത് എറർ ആണെന്ന് നിങ്ങൾ നോക്കണം. Okay. Yes, each of the candidates were given a chance to speak. Each of the candidates എന്നാണ് പറയുന്നത് അല്ലേ? Each of the candidates. അപ്പോ ഇവിടെ എന്ത് വേണ്ട? were given അല്ല, each of the candidates was given എന്ന് മതി. Okay, അടുത്തത് the team is consisting of 5 players from different countries. ഇവിടെ എന്തെങ്കിലും പറഞ്ഞുണ്ടോ? The team is consisting of 5 players from different countries. Yes. The team is consisting of Allah. The team consists of എന്ന് മതി. Consist is consisting എന്ന് വേണ്ട. The team consists of 5 players from different countries എന്ന് മതി. അടുത്തത് I prefer tea than coffee in the morning. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇവിടെ എറർ ഉണ്ട്. എറർ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും അല്ലെ? യെസ്, the team അല്ല, I prefer tea than coffee in the morning. I prefer tea than coffee in the morning. എന്ത് വരും? I prefer tea than അല്ല, I prefer tea to coffee. അടുത്തത് നോക്കാം, നമുക്ക് കുറച്ച് ലെസൺസ് കൂടെ ഉള്ളൂ കേട്ടോ. ഒരു 10 ലെസൺസും കൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം. The teacher gave us many informations about the project. ഇവിടെ വിസിബിൾ ആയിട്ട് കാണാം. എല്ലാത്തിന്റെയും എളുപ്പമുള്ള ലെസൺസ് ആണ് കേട്ടോ. ഇത് എല്ലാ ലെസൺസും നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് അതിനകത്തുണ്ട്. അത് മാത്രമല്ല ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള, ഇതിപ്പോ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതിനകത്ത് വീഡിയോ ഓരോ ടോപ്പിക് ബേസ് എടുത്ത് നമ്മൾ വീഡിയോസ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് സെഷൻസ് ആയിരിക്കും. അപ്പോ നിങ്ങൾക്ക് ലൈവ് മിസ്സായി നിന്ന് ഒരു ടെൻഷൻ വേണ്ട, റെക്കോർഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് പിന്നീട് കാണാവുന്ന രീതിയിൽ ഉണ്ട്. അപ്പൊ വൺസ് കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം. The teacher gave us many informations about the project. എന്താണ്? The teacher gave us many informations അല്ല, many information about the project. Okay, അടുത്തത് he has been working here since 3 years without any complaint.
He has been working here since 3 years without any complaint. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? He has been working here since 3 years അല്ല, for 3 years. ഈ സിൻസിന്റെയും ഫോറിന്റെയും ഒക്കെ യൂസ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. യെസ്, അപ്പോ സിൻസും ഫോറും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് തെറ്റിപ്പോകുന്ന ഒരു കേസാണ്. പക്ഷെ പേടിക്കണ്ട, എളുപ്പമാണ് കേട്ടോ. അടുത്ത, the girl who won the prize is my best friend's sister. The girl who won the prize is my best friend's sister. ഇതിന്റെ അകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? അവിടെ എറർ ഉണ്ട്. യെസ്, the girl who won the prize is my best friend's sister. എന്താണ് ഇതിന്റെ അകത്ത് എറർ? ഇനി എറർ ഇല്ലേ? മിസ് ചുമ്മാ പറഞ്ഞതാണോ? എറർ ഇല്ലേ? ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും എറർ ഇതിനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ചുമ്മാ പറഞ്ഞതാണോ? നോക്കിക്കേ, the girl who won the prize is my sister. എന്തായിരിക്കും? നോക്കിക്കേ, എറർ ഉണ്ടോ ഇല്ലയോ? is my best friend's sister. ഇത് ആക്ച്വലി ഒരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് സിസ്റ്റർ, അത് കറക്റ്റ് ആണ്. നമ്മളുടെ പൊസസീവ് ഫോം ഒക്കെ കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് കറക്റ്റ് ആണ്, നോ എറർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത, ഹി ഡിഡ് നോട്ട് വെന്റ് ടു സ്കൂൾ ബിക്കോസ് ഹി വാസ് ഇൽ. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? ഹി ഡിഡ് നോട്ട് വെന്റ് ടു സ്കൂൾ അല്ല, ഹി ഡിഡ് നോട്ട് go to school. He did not go to school. Again, അടുത്തത്, she is the most talented of the two sisters. She is the most talented of the two sisters. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, ഇവിടെ two sisters എന്ന് എടുത്ത് പറയുന്നുണ്ട്. So she is the most talented എന്നല്ല, പിന്നെ എന്ത് വരും ഇവിടെ? യെസ്, she is more talented എന്ന് മതി, ഇതേയും വരില്ല. She is more talented of the two sisters. നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുന്നത്. സോ ഷീ ഈസ് മോർ ടാലന്റഡ് ഓഫ് ദി ടു സിസ്റ്റേഴ്സ് എന്ന് മതി. അഗെയിൻ അടുത്ത ലാസ്റ്റ് സെറ്റ്, ഈ 5 ക്വസ്റ്റ്യനും കൂടെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ഈ സെറ്റില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The police has caught the thief last night. എന്തെങ്കിലും എറർ ഉണ്ടോ? അതിന് മുമ്പ് പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എന്തായിരിക്കും? പോലീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതിന് സിംഗുലർ ഫോം ഇല്ല. നമുക്ക് വേണമെങ്കിൽ സിംഗുലർ ആക്കണമെങ്കിൽ എ പോലീസ് മാൻ അല്ലെങ്കിൽ എ പോലീസ് വുമൺ എന്ന് പറയാം, അവിടെ ഓക്കെ ആണ്. പക്ഷേ വെറുതെ പോലീസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് പ്ലൂറൽ ആണ്. സോ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്ത് പോലീസ് ഹാവ് കോട്ട് ദി thief ലാസ്റ്റ് നൈറ്റ്. അടുത്തത്, there is a lot of furnitures in the room. എന്താണ്? There is a lot of furniture in the room. There is a lot of furniture in the room. അടുത്തത്, no sooner had he arrived when the meeting started. ഇതിന്റെ അകത്ത് ഒരു എറർ ഉണ്ട്. എന്താണ്? നമ്മള് no soonerന്റെ കൂടെ എന്ത് ആണ് ഉപയോഗിക്കുന്നത്? no sooner than ഉപയോഗിക്കുള്ളൂ. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കോഴ്സിൽ പറയുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ no sooner had he arrived when the meeting started അല്ല, no sooner had he arrived than the meeting started എന്ന് വേണം. അടുത്തത്, neither of the solutions proposed were acceptable. എന്താണ് ഇതിനകത്ത്? neither of the solutions proposed was acceptable. was acceptable. And നമ്മുടെ ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the children enjoyed themselves
during the picnic very much. സെനൻസിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ തെറ്റാണ്. അതായത് the children enjoyed themselves very much during the picnic എന്നാണ്. ഈ സെന്റൻസ് ഇങ്ങനെ വരും, enjoyed themselves very much during the picnic എന്നാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ ഇല്ലാതെ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാന്നൊക്കെ അറിയാവുന്നവരുണ്ട്. അല്ലാത്തവർക്കായിട്ട് ഒട്ടും വിഷമിക്കേണ്ട. നമ്മൾ നമ്മുടെ MTSന്റെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി ക്ലാസ്സസ് ഒക്കെ ലൈവായിട്ട് തന്നെ കാണാം. നിങ്ങൾക്ക് മിസ്സായി പോയ ക്ലാസ്സുകൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. അത് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി അത് റെക്കോർഡ് ചെയ്ത് അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് കാണുക. യെസ്, അപ്പൊ ഇതിന്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ കോഴ്സ് ഒന്ന് പോയി പർച്ചേസ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ. ഓക്കെ.